കാണുന്നത് കണ്ടോ, ഇത് വിചിത്രമായിട്ടൊന്നുമല്ല, എക്സ്ട്രാ ഓർഡിനറി. 1 കിലോയ്ക്ക് 1000 റുപ്പീസിന് പുറത്ത് വിലയുള്ള മാവി സപ്പോട്ട എന്ന് പറയുന്ന സാധനമാണ്. മാവി സപ്പോട്ട ഇത് ബ്രസീലിയനാണ്. ഇപ്പോൾ ഇത് ആയാലും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. പക്ഷേ ഈ ഹോം ഗ്രോൺ ഒരു ഏകദേശം 10 വർഷത്തോളമായിട്ടില്ല അത്. 10 വർഷത്തോളം മുമ്പ് ഇത് പ്ലാൻ ചെയ്തു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ അവൈലബിൾ ആയിരിക്കും. അത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വൈറ്റമിൻ കണ്ടൻറ്റും എല്ലാം നല്ലതായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രൂട്ടാണ്. ഈ അടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ ഹോം ഗ്രോണിലേക്ക് വരാൻ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയത്. മാത്രമല്ല ബെസ്റ്റ് ആയിട്ടുണ്ട്. അത് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് ഒന്നുകൂടി കാണാൻ പറ്റും. ഏകദേശം 1 കിലോയ്ക്കും 2 കിലോയ്ക്കും ഇടയിൽ ഈ ഫ്രൂട്ടിൻ്റെ വലുപ്പമുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം തുടങ്ങിയിട്ട് കുറച്ചുകൂടി വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്. അല്ല സാറേ, ഇത് ബിഗിനിങ് സ്റ്റേജ് ആണ്. ബിഗിനിങ് സ്റ്റേജ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് പ്രായപൂർത്തി എത്താൻ തന്നെ 1 വർഷം എടുക്കും. ഈ ഫ്രൂട്ട് ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് പ്രായപൂർത്തി ആകുമ്പോഴേക്കും ഇത് 2 കിലോളം വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ട് അരുൺ എന്നെ ഒന്ന് വിളിച്ചോട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കൂടി എടുത്തിട്ട് നമുക്കൊന്ന് കാണിക്കാം, ആളുകളെ ഒന്ന് കാണിക്കാം. ശരി, ഒന്നുകൂടി ഒന്ന് ലൊക്കേറ്റ് ചെയ്തേ, ഹോം ഗ്രോൺ ഒന്ന് മനസ്സിലായിക്കോട്ടെ. ഇത് ഹോം ഗ്രോണിൻ്റെ നഴ്സറിയും പ്ലാന്റേഷനുമാണ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ റംബൂട്ടാൻ മരങ്ങൾ തന്നെ 100-400ഓളം ഉണ്ട്. വേറെ ഫ്രൂട്ടുകളൊക്കെ 1000ഓളം മരങ്ങൾ തന്നെയുണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് തൈകൾ, ഏകദേശം ഒരു 400 ചില്ലാൻ വെറൈറ്റി ആയിട്ടുള്ള തൈകളുണ്ട്. എല്ലായിടത്തും തൈകളുണ്ട്. ഫുള്ളായിട്ട് പറയണ്ടല്ലോ ഹോം ഗ്രൗണ്ടിനെ പറ്റി. എന്നാലും കണ്ടോട്ടെ. ഓക്കെ, മാവി സപ്പോട്ട. ഓക്കെ, താങ്ക് യു. ഇത് ഈ സ്ഥലം ഹോം ഗ്രൗണ്ട്, കാഞ്ഞിരപ്പള്ളിയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ നഴ്സറി മാത്രമല്ല, അവർക്ക് റിസർച്ച് സെൻറ്ററും മറ്റുള്ള എല്ലാ കാര്യങ്ങളുമുള്ള. ഇപ്പോൾ എനിക്കൊന്ന് തോന്നുന്നു വേളയിൽ തന്നെ ഒരു അറിയപ്പെടുന്ന പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാനേജർ ഷൈജു എൻ്റെ സുഹൃത്താണ്. അതിൻ്റെ മുതലാളിനെയൊക്കെ ഞാൻ അറിയും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വിസിറ്റ് വന്നതാണ്. ഇത് മൂസാങ്കിങ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ പേര് മറന്നില്ല, ദുരിയാൻ സാധാരണ ഇത്ര വലുപ്പം ഉണ്ടാവാറില്ല. പക്ഷേ ഇവരുടെ ഒരു ഗിഫ്റ്റ് കൊണ്ട് മാത്രമായിട്ട് ഈ ദുരിയാൻ വെച്ചിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇത് ഇത്ര പ്ലാന്റായിട്ട് ഈ പ്ലാന്റ് ഇത്രയും വലുപ്പത്തിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ, ഈ ട്രെൻഡി ആയിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടിനെ പറ്റി ആലോചിക്കും. ജസ്റ്റ് നല്ല അടിപൊളി സാധനം. ഇത് ഒട്ടും വൈകാണ്ട് തന്നെ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ചെടികൾ, ഈ വലിയ മരത്തിൻ്റെ ചെടികൾ അവൈലബിൾ ആവും. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടത്. ജസ്റ്റ് മാനേജർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേക്കും. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ആളുകൾക്കൊന്ന് കണ്ടോട്ടല്ല. കണ്ടോ നഴ്സറിയുടെ ആ വലുപ്പം കണ്ടോ? അത് നഴ്സറി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വല്ലാത്തൊരു കൺസെപ്റ്റാണ്. പ്ലാന്റേഷൻ പ്ലസ് ഇതിൽ തന്നെ ഒരു 100-400ഓളം റംബൂട്ടാൻ മരങ്ങൾ കാഴ്ച നിൽക്കുന്നുണ്ട്. ദുരിയാൻ കാഴ്ച നിൽക്കുന്നുണ്ട്. അവീവ് കാഴ്ച നിൽക്കുന്നുണ്ട്. മാംഗോസ്റ്റീൻ കാഴ്ച നിൽക്കുന്നുണ്ട്. മണിമല ആറിൻ്റെ സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് വെള്ളത്തിന് ഒരു അവൈലബിലിറ്റി കുറവില്ല. നല്ല വെള്ളം, നല്ല ക്ലൈമറ്റുമാണത്. പിന്നെ ഇവരുടെ തന്നെ ഒരു 10-13 സ്ഥലത്ത് അടുത്ത പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹോം ഗ്രൗണ്ടിൻ്റെ വളർച്ച നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയായിട്ട് മാറട്ടെ. കണ്ടോ, ഫോക്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വീഡിയോയിൽ പോലും ഇത്ര നല്ലൊരു ദുരിയാൻ, ഇത്ര വലിപ്പമുള്ള ദുരിയാനും ഇത്ര ഷേപ്പുള്ള ദുരിയാനും കണ്ടിട്ടില്ല. ഇത് പകുതി മാത്രമല്ല. അപ്പോൾ എന്തായാലും ഹോം ഗ്രൗണ്ടിൻ്റെ മുതലാളി ജോസേട്ടനും മെയിൻ മാനേജർ ഷൈജുവിനും അഭിനന്ദനങ്ങൾ. ഒന്നുകൂടി ഇങ്ങനെ തിരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവരും ഹോം ഗ്രൗണ്ട് സന്ദർശിച്ചോ. കാരണം വെക്കേഷൻ സമയമാണ്. ഒരുപാട് പ്ലാന്റുകളെ കാണാം, ഒരുപാട് വെറൈറ്റികളെ കാണാം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം, ഒരുപാട് കാര്യങ്ങൾ കാണാം. ഒരു ഫാം വിസിറ്റ് ഭംഗിയായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒരു 40-55 കിലോമീറ്റർ അകലെയുള്ള തേക്കടിയിൽ പോയിട്ട് തിരിച്ചു വരും. ഓക്കെ, താങ്ക് യു.